കോൺഗ്രസിൽ പ്രസിഡന്റ് മാറുമോ എന്ന് ഇനി ഇടയ്ക്കിടെ ചോദിക്കേണ്ടതില്ല. കെ സുധാകരന്റെ നേതൃത്വത്തിൽ തന്നെ കൂട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. ഇതോടെ മുൻ പ്രസിഡന്റുമാരെയൊക്കെ സന്ദർശിച്ച് ഉപദേശം വാങ്ങാൻ സുധാകരൻ ജി ഇറങ്ങിത്തിരിച്ചു. കുറച്ചു കാലമായി പാർട്ടി നേതൃത്വവുമായി അകൽച്ചയുള്ളവരെ കണ്ട് മഞ്ഞൊരുക്കലാണ് യാത്രയുടെ ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ ഇന്ദിരാഭവനിൽ നിന്ന് പടിയിറക്കപ്പെട്ട മുല്ലപ്പള്ളിയെ കാണാനാണ് ആദ്യം പോയത്. ഞാൻ ആനിമൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ചാനൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലാണത്. ഹൈക്കമാൻഡിന്റെ താക്കീത്, ഐക്യപ്പെട്ട് മുന്നോട്ടു പോകണം. വേണ്ട, ഗേറ്റ് തുറക്കരുത്, എന്റെ മുറ്റത്ത് കാലൂത്തരുത്, വരാന്ത കയറി പോരുത്, വരാന്ത കയറി കൊല്ലും ഞാൻ, എന്നെ പരിക്കാത്ത കയറരുത്, ഇരിക്കരുത്. നേരത്തെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് മുമ്പോട്ട് പോയി. അവിടെ ആദ്യമായി കോൺഗ്രസിന് അടിത്തറ കെട്ടിപ്പോക്കിയ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയ ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നീ എന്താ കല്യാണത്തിന് വരാതിരുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കല്യാണത്തിന് വന്ന കാല് തല്ലി ഓടിക്കുന്ന നീ തന്നെയാണ് പറഞ്ഞ ദ്രോഹി. ഞാനങ്ങനെ പറഞ്ഞു വെച്ച്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ രാഷ്ട്രീയ ഔന്നത്യം എല്ലാ ആളുകൾക്കും അറിയാം. ആ ഔന്നത്യത്തിന്റെ പുറത്താണ് ഞങ്ങളെല്ലാം ഒരു കാലത്ത് സഞ്ചരിച്ചത്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും മുല്ലപ്പള്ളിയെ കൈവിടുന്ന വിഷയം. നീ എന്താ കല്യാണത്തിന് വരാതിരുന്നത്? അങ്ങനെ പറഞ്ഞ ആരെങ്കിലും വരും. ആത്മാർത്ഥതയുള്ള സുഹൃത്താണെങ്കിൽ വരും. നീ വീട്ടിലേക്ക് കയറരുതെന്ന് എന്നോട് പറഞ്ഞില്ലേ? ഞാൻ കയറിയില്ലേ? ഇദ്ദേഹം കണ്ണൂരിൽ ആദ്യം മത്സരിക്കാൻ വരുമ്പോ ഞാനൊക്കെ ചെറുപ്പാണ്. ആ മത്സര രംഗത്ത് ഇദ്ദേഹത്തിന്റെ മുന്നണി പടയാളിയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നൊരാളാണ് ഞാൻ. അത് അന്നു മുതലുള്ള മുല്ലപ്പള്ളിയുടെ ബന്ധത്തിന്റെ അകത്ത് ഞാനും മുല്ലപ്പള്ളിയും തമ്മിൽ ഒരു നേരിയ ഒരു ഭിന്നത പോലും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ വന്ന് ഇരിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇരുന്നില്ലേ? എന്തുകൊണ്ടാ? നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട്. നിനക്ക് എന്നെ അങ്ങനെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്നെ നീ വരാതിരുന്നത്. എന്തായാലും വളരെ മോശമായിപ്പോയി അഭിലാഷേ, വളരെ മോശമായിപ്പോയി. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും എല്ലാ കാലത്തും ഈ രാജ്യത്ത് ഏകാധിപത്യമായിട്ടുള്ള പോരാട്ടമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഒരു വിട്ടുവീഴ്ചയും ആ കാലത്ത് ഉണ്ടായിട്ടില്ല. എന്നെ നീ വെറും ഒരു അന്യനായിട്ടാണ് കാണുന്നെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം അവസാനിപ്പിക്കാം. ചായ കുടിച്ചിട്ട് പോവാ. പ്ലീസ്, നീ പോലെ. സോറിടാ, ഞാൻ ആ രീതി ചിന്തിച്ചില്ല. നീ ഇരിക്കും. ഒരു ചായ എടുത്തടി. പുതിയ പ്രസിഡന്റിനെ കാണാനും സംസാരിക്കാനും അപ്പോയിന്റ്മെന്റ് വേണ്ടി വന്ന പഴയ പ്രസിഡന്റ് പരിഭവങ്ങളോടെയാണ് പടിയിറങ്ങിയത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വവും പേറി വേട്ടയാടപ്പെട്ട മാൻകുട്ടിയായിരുന്നല്ലോ മുല്ലപ്പള്ളി. ഒരു മാനിനെ ഞാൻ പറയുന്നില്ല, ദുഷ്ടമൃഗങ്ങൾ വളഞ്ഞിട്ടുകൊണ്ട് ആക്രമിക്കുന്ന പോലെയല്ലേ നിങ്ങൾ എന്നെ ആക്രമിച്ചത്? പാവമാം കൃഷ്ണമൃഗത്തിനെ എന്തിനാ കാട്ടാള നീതി കൊണ്ടമ്പെയ്തൊടുക്കി നീ ആരെയും നോവിച്ചിടാത്തൊരീഴയെ കൊല്ലുവാനല്ല നീ പോരാളിയായതും. 2 തവണ ഞാൻ അദ്ദേഹത്തിന് സമയം കൊടുത്തിട്ടുണ്ട് കാണാനും സംസാരിക്കാനും. എനിക്ക് കഴിഞ്ഞ 50 വർഷമായിട്ട് ഏതെങ്കിലും ഒരു KPCC അധ്യക്ഷന് കാണാൻ ഒരു സ്ലോട്ട് വെച്ചുകൊണ്ട് കാണേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. ഐസൊലേറ്റഡ് അറ്റാക്ക്. മുല്ലപ്പള്ളി രാമചന്ദ്രനെയും ഞാൻ പലവട്ടം വിളിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കാറില്ല. അതുകൊണ്ട് ഇപ്പം പിന്നെ സംസാരിക്കാറില്ല. എടുക്കണ്ടാത്ത നമ്പറൊക്കെ ഞാൻ ഇങ്ങനെ കോപ്പൻ എഴുതി വെക്കും. അതെന്റെ നമ്പറാണ്, ഞാനിപ്പോ സഖാവിനെ വിളിക്കുന്നത്. You ask them. Nobody has got such a complaint. മനസ്സിലായ? I have no idea about that. I did not utter a single word about that. ഐസൊലേറ്റഡ് അറ്റാക്ക്. കോൺഗ്രസുകാരുടെ ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും വെറും തട്ടും മുട്ടലും മാത്രമെന്നാണ് മറ്റൊരു KPCC പ്രസിഡന്റായ കെ മുരളീധരൻ പറയുന്നത്. സമൂഹത്തിലെ വയലൻസ് കണ്ട് മനസ്സുമെടുത്തവർക്ക് അല്പം എന്റർടൈൻമെന്റ് ഇലമെന്റ് ഉള്ള TV കണ്ടന്റും വേണ്ടേ? ഇടയ്ക്ക് അല്പം സ്വല്പം തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും. അതിലിപ്പോ അതും പറഞ്ഞില്ല. ഇപ്പൊ ജനങ്ങൾക്ക് അത് ഇപ്പോ കോൺഗ്രസിൽ ചില തർക്കങ്ങൾ കേൾക്കുമ്പോ ജനങ്ങൾക്ക് ആശ്വാസം എന്താ അറിയോ? ഇത് എന്നും കഞ്ചാവ് അടിച്ചിട്ട് ആൾക്കാരെ കൊല്ലുന്നു, മറ്റേ കൊലപാതകവും കണ്ട ഇതിനിടയ്ക്ക് കോൺഗ്രസിലെ ചില തർക്കങ്ങൾ കാണുമ്പോ എന്നാ അത് ആ ചാനൽ വെക്കുക. കാരണം മറ്റേയൊക്കെ കണ്ടിട്ട് മനുഷ്യനും മനസാക്ഷി മരവിച്ചു പോയി. അങ്ങനെ ഇടയ്ക്ക് രസം ഉണ്ടാക്കുന്ന ചില പരിപാടികളൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസിലൊരു വഴക്കുമില്ല. ഇലക്ഷൻ വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും.